പ്രപഞ്ചം വികസിക്കുന്നു എന്നതിൽ എന്താണ് അർത്ഥമാക്കുന്നത്? യെസ്, ഓക്കെ, ആരെ കണ്ടില്ല. എന്നാലും ഈ പ്രപഞ്ചം വികസിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഗാലക്സികൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഗാലക്സികളുടെ ഇടയിലുള്ള സ്പേസ് ആണ് വികസിക്കുന്നത്. ഗാലക്സികളുടെ ഇടയിലുള്ള, അപ്പം നമ്മൾ അത് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലൂൺ, അതൊരു നല്ല ഉദാഹരണമല്ല, എന്നാലും ഞാൻ പറയാം. ഒരു ബലൂണിൽ പുള്ളികളുണ്ടെന്നിരിക്കട്ടെ. ബലൂൺ വീർക്കുമ്പോൾ ഈ പുള്ളികൾക്കിടയിലുള്ള സ്പേസ് വർദ്ധിക്കുമല്ലോ. പുള്ളിയുണ്ട്, ബലൂൺ വീർക്കുമ്പോൾ പുള്ളികൾക്കിടയിലുള്ള സ്പേസ് വർദ്ധിക്കും, പക്ഷേ പുള്ളിയും വികസിക്കും. അതുകൊണ്ടാണ് നല്ല ഉദാഹരണം അല്ലെന്ന് ഞാൻ പറഞ്ഞത്. ബലൂൺ, പുള്ളിയുള്ള ബലൂൺ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് നമ്മൾ കാറ്റ് കയറുന്നു, അപ്പോൾ 2 സ്പോട്ട് ഉണ്ടെന്നിരിക്കട്ടെ. അത് ആ സ്പോട്ടുകൾ തമ്മിൽ അകലില്ലേ, അതിന് ഇടയ്ക്കുള്ള ആ സ്പേസാണ് വികസിക്കുന്നത്. ഈ ഗാലക്സികൾക്കിടയിലുള്ള സ്പേസാണ് വികസിക്കുന്നത്. അത് ഇപ്പോൾ സൗരയൂഥത്തിനുള്ളിൽ വികാസമൊന്നും നടക്കുന്നില്ല. കാരണം അവിടെ ഗുരുത്വം വളരെ പ്രധാനമാണ്, പ്രസക്തമാണ്. ഭൂമി സൂര്യനിൽ നിന്നുള്ള അകലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ സെയിം ആണ്. അല്ലാതെ ഭൂമി സൂര്യനിൽ നിന്ന് അകന്നു പോകുന്നൊന്നുമില്ല, അല്ലെന്നുണ്ടെങ്കിൽ വ്യാഴം അകന്നു പോകുന്നൊന്നുമില്ല. ഈ സൗരയൂഥം ഉള്ളത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയാണ്. ഈ മിൽക്കി വേ ഗാലക്സി ഒരു ലോക്കൽ ഗ്രൂപ്പിലെ അംഗമാണ്. ഈ ഗാലക്സികളുടെ ഇടയിൽ, ഈ ലോക്കൽ ഗ്രൂപ്പുകളിൽ, ക്ലസ്റ്റർ ഗാലക്സികളിൽ ഈ ഗുരുത്വം ഒരു വലിയ കാര്യമാണ്. ഗുരുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷൻ അപ്രസക്തമായി കഴിഞ്ഞാൽ ഗാലക്സികൾ തമ്മിൽ അകന്നു പോകും. അതായത് ഗാലക്സി കൂട്ടങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടാവും, ഗാലക്സി കൂട്ടങ്ങൾക്കുള്ളിൽ അകൽച്ച ഉണ്ടാവില്ല, ഒരു സൗരയൂഥത്തിനുള്ളിൽ അകൽച്ച ഉണ്ടാവില്ല. ഗാലക്സികൾ തമ്മിലാണ് അകന്നു പോകുന്നത്. പക്ഷേ അതൊരിക്കലും ഒരു ക്ലസ്റ്റർ ഗാലക്സിയിൽ വരികയില്ല. കാരണം അവിടെ ഗുരുത്വം ഒരു പ്രധാന ഘടകമാണ്. ഗുരുത്വമാണ് ഒന്നിപ്പിച്ച് നിർത്തുന്നത്. ഗുരുത്വം അപ്രസക്തമാകുമ്പോഴാണ്, അല്ലെങ്കിൽ മിനിമലാകുമ്പോഴാണ് അകന്നു പോകുന്നത്. ഗുരുത്വം ഇല്ലെങ്കിൽ അകന്നേ പോയിക്കൊണ്ടിരിക്കും, ഗ്രാവിറ്റേഷൻ ഇല്ലെങ്കിൽ അകന്നേ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് പ്രപഞ്ചം അകലുക എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിലുള്ള സ്പേസ് ആണ് ട്രാവൽ ചെയ്യുന്നത്, സഞ്ചരിക്കുക അല്ലെങ്കിൽ വികസിക്കുന്നത്.